സിനിമാ സെറ്റിൽ ശ്രീനാഥ് ഭാസി നിരന്തരം ലഹരി ആവശ്യപ്പെട്ടു എന്ന വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹസീബ് മലബാർ ആണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ആയിരുന്നു ഈ സംഭവം. പുലർച്ചെ ഫോണിൽ വിളിച്ച് കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഹസീബ് പറയുന്നത്. ഇത് ചോദിച്ചത് ലൊക്കേഷനിൽ രാത്രി ഒരു 2:45 ആയപ്പോൾ ഞാൻ ഏൽപ്പിച്ച ഒരു പയ്യന്റെ അടുത്തേക്കാണ് പുള്ളിയുടെ വിളിച്ച് ഇന്നലെ സാധനം ആവശ്യപ്പെട്ടു. അവന് അപ്പൊ തന്നെ ഒരു 3 മണിയായപ്പോ 2:50 ആയപ്പോ എന്നെ വിളിച്ചു. ഇന്ന പോലെ ബാസി ഈ സാധനം എന്ത് വേണമെന്നാ പറയണത്, ഇച്ചിരി പ്രശ്നത്തിലാട്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എന്ത് വർത്താനായി പറഞ്ഞു, നമുക്ക് ഇതിന്റെ പരിപാടിയായിട്ട് ഇതിന്റെ പറയാൻ എനിക്കാണ് നേരമില്ല, നീ ഒരു പണി ചെയ്യേ, അവനെ ചൊടിപ്പിക്കണ്ട, ചൊടിപ്പിച്ചാൽ പിറ്റേ ദിവസം ലൊക്കേഷനിൽ വരില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിരിച്ച് വിളിച്ച് ഞാൻ കുറെ നോക്കി കിട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് അന്ന് അവസാനിപ്പിച്ച് പിറ്റേ ദിവസം വന്നിട്ടുമില്ല ലൊക്കേഷനിലേക്ക്. ദിവസങ്ങളിലൊക്കെ 35-36 ദിവസം ഡേറ്റ് ഷെഡ്യൂൾ ഇട്ട സിനിമ ഏകദേശം 110 ദിവസം കൊണ്ടൊക്കെയാണ് തീർന്നത്. എന്ന് വെച്ചാൽ 110 ദിവസം ഷൂട്ട് നടന്നു എന്നല്ല, ഒരു ദിവസവും വരില്ല. അതായത് ജൂൺ 23 23-ാം തീയതി പറഞ്ഞു ഒന്ന് UK പോകണം, 25-ാം തീയതി പോകും, 30-ാം തീയതി തിരിച്ചു വരും, 1-ാം തീയതി ജോയിൻ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. 5 ദിവസത്തെ ഗ്യാപ്പാണ് ചോദിച്ചത്. 58 ദിവസം കഴിഞ്ഞാണ് പുള്ളി തിരിച്ചു വന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കോളിൽ കണക്ട് ചെയ്യും, ചോദിക്കും എപ്പോഴാ വരുന്നത്, ഓരോ ഡേറ്റ് പറയും. ആ ഡേറ്റിൽ നമ്മളിപ്പം വരുന്നിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു പാടാണല്ലോ എന്ന് ഓർത്ത് 2 ദിവസം മുന്നേ ഞങ്ങൾ തുടങ്ങും. ആ ഡേറ്റ് ആകുമ്പോഴും വരില്ല, പിന്നെയും വിളിച്ചു ചോദിക്കും, നാളെ വരും മറ്റന്നാൾ വരും വരില്ല. അങ്ങനെ ഒരു 3-4 ദിവസം തള്ളി നീക്കിക്കൊണ്ട് പോകും, നിർത്തും. ഇങ്ങനെ ഒരു 4-5 തവണ അങ്ങനെ ഷെഡ്യൂൾ ആക്കിയിട്ടുണ്ട്. പിന്നെ വന്നത് 58 ദിവസം കഴിഞ്ഞാണ്. ഇതിന്റെ ഇടയ്ക്കാണ് ആലപ്പുഴയിൽ ഒരു ടെറസിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഡേറ്റ് അവിടെയും 2 പ്രാവശ്യം മാറ്റിക്കൊണ്ട് അവിടെ അവർ വലിയ വിഷയം കേസിന് പോകുമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ വിളിച്ചു. ആ ക്യാഷ് ഞാനാണ് ആലപ്പുഴയ്ക്ക് 5 ലക്ഷം രൂപ അവർക്ക് സെറ്റിൽ ചെയ്ത് കൊടുത്തത്, എന്റെ അക്കൗണ്ടിൽ നിന്നാണ് അയച്ചു കൊടുത്തത്. ഒരുപാട് സാമ്പത്തിക നഷ്ടവും അത് ഇവനായിട്ട് ആ സിനിമയ്ക്ക് ഉണ്ടാക്കി വെച്ചു. ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. റിലീസ് ചെയ്യാൻ ഒരുപാട് ഡേറ്റ് മാറ്റി, കാരണം ഡബ്ബ കാര്യങ്ങളെല്ലാം തീർക്കാൻ പാടുപെട്ടു. ഇനിയിപ്പോൾ അടുത്ത മാസം ഒന്ന് റിലീസ് ചെയ്യണമെന്നുണ്ട്, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാഗർ തൊടുപുഴയിൽ നിന്ന്. സാഗർ, ഈ ഇത്തരം പ്രതികരണങ്ങളൊന്നും മലയാളികൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നാൻ സാധ്യതയില്ല. കാരണം ഇത് കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിനിമാ മേഖല ഇപ്പോൾ വലിയ തോതിൽ ലഹരിയുടെ പിടിയിലാണ്. പ്രത്യേകിച്ച് യുവ നടന്മാരിലും ഒക്കെ പലരും, സിനിമയുടെ സഹപ്രവർത്തകർ പോലും ഇതിൻ്റെ മോശമായ ഫലങ്ങൾ അനുഭവിക്കുന്നു. അതൊക്കെ തുറന്നു പറയാൻ തയ്യാറാകുന്നവർ വളരെ കുറവാണ്. കാരണം പിന്നീട് അവരുടെയൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെടാം. അവിടെയാണ് വിൻസിയെപ്പോലുള്ള ഒറ്റപ്പെട്ട ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതൊരു പ്രത്യേക ലോകമാണ്. അവിടെയുള്ളവർ തന്നെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ നിർമ്മാതാവിനോട് തന്നെ കഞ്ചാവൊക്കെ ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്താണ് ഈ സിനിമാ ഇൻഡസ്ട്രി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് സംവിധാനങ്ങളൊന്നും ഇപ്പോഴും കാര്യക്ഷമമല്ല. കാരണം ഇവരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു, എങ്ങനെയാണ് ഇവർക്ക് ലഭിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്താനും പോലീസിന് എളുപ്പമാണ്. പക്ഷേ അതൊരു ലോകമായി തന്നെ നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ മാത്രം പബ്ലിക്കിന് മുന്നിലേക്ക് പരസ്യമായി വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സാഗർ? തീർച്ചയായും അത്തരമൊരു കാര്യം തന്നെയാണ് ഈ സിനിമാ മേഖലയെ സംബന്ധിച്ചോളം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടത്തിന് പിന്നാലെയാണ് ശ്രീനാഥ് ഭാസിയെയും വെട്ടിലാക്കി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീനാഥ് ഭാസിയെ നായകനാക്കി നിർമ്മാതാവ് ഹസീബ് മലബാറിനേതാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ഹസീബ് ഹനീഫ്. ഇതിലാണ് ശ്രീനാഥ് ഭാസി അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണം കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പുരോഗമിച്ചു വന്നിരുന്നത്. ഈ ഒരു സമയത്താണ് രാത്രി 3 മണിക്ക് നിർമ്മാതാവ് ഹസീബ് ഹനീഫിനെ വിളിച്ച്, ഈ ശ്രീനാഥ് ഭാസി ഹസീബ് ഹനീഫിനെ മറ്റൊരു സഹായിയെ വിളിച്ചിട്ട് കഞ്ചാവ് വേണമെന്ന് ശ്രീനാഥ് ഭാസി ആവശ്യപ്പെട്ടത്. അത്തരത്തിലൊരു കാര്യമാണ് ഈ നിർമ്മാതാവ് ഇന്ന് ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീനാഥ് ഭാസി ഈ പടത്തിൽ തന്നെ അടക്കം നിർമ്മാതാവിനടക്കം ഒരുപാട് കഷ്ടപ്പെടുത്തിയെന്നും നിർമ്മാതാവ് പറയുന്നുണ്ട്. ഈ കാരവാന് ലഹരി പിടിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഏറ്റവും അപകടമുണ്ടാകുന്ന വണ്ടി ശ്രീനാഥ് ഭാസിയുടേതാകുമെന്നാണ്
ഈ ഹസീബ് മലബാർ വെളിപ്പെടുത്തിയത്. ശ്രീനാഥ് ബാസിയെ കൊണ്ട് മടുത്തു എന്നും നിർമ്മാതാവ് പറയുന്നു. ഈ വെളുപ്പിന് 3 മണിക്ക് വിളിച്ച് കഞ്ചാവ് ചോദിച്ചതിന് കൊടുക്കാത്തത് മൂലം 58 ദിവസം ഈ നടൻ ഈ ശ്രീനാഥ് ബാസി സെറ്റിലെത്തിയില്ല, സിനിമാ സെറ്റിലെത്തിയില്ല, സിനിമയുമായി സഹകരിച്ചില്ല, ഡബ്ബിങ്ങുമായി ഒന്നും സഹകരിച്ചില്ലെന്നാണ് നിർമ്മാതാവ് പറഞ്ഞു വെക്കുന്നത്. നടൻ സ്ഥിരമായി വരാത്തതിനാൽ ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും എല്ലാം നീണ്ടുപോയെന്ന് നിർമ്മാതാവ് പറയുന്നു. ഇതുവരെ ഈ സിനിമ റിലീസ് ആയിട്ടില്ല. അടുത്ത മാസമാണ് ഈ സിനിമ റിലീസ് ആകാനിരിക്കുന്നത്. ഇതിന് ഡബ്ബിംഗ് അടക്കമുള്ള ജോലികൾ പുരോഗമിക്കുവാനുണ്ട്. ഇതിലൊന്നും ശ്രീനാഥ് ബാസി സഹകരിക്കുന്നില്ല. തനിക്ക് സാമ്പത്തികമായി വളരെയധികം നഷ്ടമുണ്ടായിട്ടൊന്നും ഈ നിർമ്മാതാവ് പറഞ്ഞു വെക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നിർമ്മാതാവ് ഹസീബ് ഹനീഫിന് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ശ്രീനാഥ് ബാസിക്ക് ഈ ലഹരി എത്തിച്ചു കൊടുക്കാത്തതിനാൽ സാമ്പത്തികമായി വളരെയേറെ നഷ്ടമുണ്ടായെന്നാണ് ഹസീബ് ഹനീഫ് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ നിർമ്മാതാവിന്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തൊടുപുഴയിൽ ഈ സിനിമയിലെ പ്രശസ്ത മേക്കപ്പ്മാനായ RG വയനാടൻ എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥന് ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയിരുന്നു. തൊടുപുഴയ്ക്കടുത്ത് മൂലമറ്റത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് അന്ന് ഈ RG വയനാടൻ എക്സൈസിന്റെ പരിശോധനയിൽ കുടുങ്ങിയത്. അന്നും ഇതുപോലൊരു ആരോപണം ഉയർന്നിരുന്നു. കാരണം വാഗമണ്ണിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ശ്രീനാഥ് ബാസി അടക്കം അഭിനയിക്കുന്ന ഒരു ചിത്രം, അട്ടഹാസം സിനിമയുടെ ചിത്രം ഷൂട്ടിംഗ് പുരോഗമിക്കുന്നുണ്ടായിരുന്നു വാഗമണ്ണിൽ. ആ സെറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഈ മേക്കപ്പ് മാൻ RG വയനാടനെ അന്ന് എക്സൈസുകാർ പിടികൂടിയത്. അതിൽ ശ്രീനാഥ് ബാസിക്ക് വേണ്ടി കൊണ്ടുപോയ കഞ്ചാവാണ് ഇതെന്നാണ് അന്ന് ഒരു ആരോപണം ഉയർന്നിരുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തെളിയിക്കാൻ അന്ന് എക്സൈസിന് കഴിഞ്ഞിരുന്നില്ല. ഈ അടുത്ത കാലത്ത് തന്നെ അതുപോലെ തന്നെ ഇടുക്കിയിൽ നോക്കുകയാണെങ്കിൽ സിനിമാ താരം മറ്റൊരു പരീക്കുട്ടി എന്നൊരു സിനിമാ താരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഈ കണക്കിന് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം സിനിമാ മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നതിന് തെളിവാണ് ഈ അടുത്ത കാലത്ത് പിടികൂടിയിട്ടുള്ള ഈ സിനിമാ യുവതാരങ്ങളടക്കം ഇല്ലെങ്കിൽ മേക്കപ്പ്മാൻ അടക്കം പിടികൂടിയിരിക്കുന്ന കാര്യങ്ങൾ തെളിയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നിർമ്മാതാവ് ഹസീബ് ഹനീഫ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് രാവിലെ രംഗത്തെത്തിയത്. സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹം ആദ്യം പോസ്റ്റ് ഇട്ടത്. നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ഇദ്ദേഹം. ഇതിനു മുമ്പും ഈ ഹസീബ് ഹനീഫ് മറ്റു പല സിനിമകളും നിർമ്മാണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സിനിമകളിലൊന്നും ഉണ്ടാവാത്ത ഒരു ദുരനുഭവമാണ് തനിക്ക് ശ്രീനാഥ് ബാസിയെ അടക്കം അഭിനയിപ്പിക്കുന്ന ഈ നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയിൽ സെറ്റിൽ നിന്ന് ഉണ്ടായതെന്നാണ് ഹസീബ് ഹനീഫ് പറയുന്നത്. എന്നാൽ ഈ കാര്യത്തെ കുറിച്ചൊന്നും താൻ ഒരിടത്തും പരാതി പറഞ്ഞിട്ടില്ല. പരാതി പറഞ്ഞാൽ നടപടി ഉണ്ടാകില്ല എന്ന് മാത്രമല്ല സിനിമാ മേഖലയിൽ ഒറ്റപ്പെടും എന്നൊരു കാരണം കൊണ്ടാണ് ഇദ്ദേഹം പരാതി നൽകാത്തതെന്നും പറഞ്ഞു വെക്കുന്നു അഭിലാഷ്. റൈറ്റ്. എന്തായാലും തൊടുപുഴയും ഇടുക്കി ജില്ലയിലെ മറ്റു പല പ്രദേശങ്ങളിലുമൊക്കെ ഇപ്പോൾ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനുകൾ ആണ്. ഭാഗ്യ ലൊക്കേഷൻ എന്നൊക്കെയാണ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും പറയുന്നത്. ആ മേഖലയടക്കമാണ് ഇത്തരം ലഹരിയുടെ ഉപയോഗങ്ങൾ പ്രതികൂലമായി ബാധിക്കുക എന്നത് തന്നെയാണ്. ഒറ്റപ്പെട്ടു പോകുമെന്ന് കരുതി പലരും ഇപ്പോഴും സിനിമാ മേഖലയിൽ നിശബ്ദരായി ഇരിക്കുന്ന സാഹചര്യം കൂടിയാണുള്ളത്. തീർച്ചയായും ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഭരണകൂടം തന്നെയാണ് കൂടുതൽ ക്രിയാത്മകമായി ഈ മേഖലയിൽ ഇടപെടേണ്ടത്.